അപ്പം ഗൈസ് നമ്മൾ തന്നെ വീണ്ടും ഒരു CS മാച്ചായിട്ട് വന്നേക്കുവാണ്. വന്നാണ്ട് ഞാൻ WSD ഒക്കെ എടുത്തിട്ട് ഞാൻ തന്നെ ഇപ്പുറത്തായിട്ട് കൂടെ അങ്ങ് പോവുകയാണ്. അവിടെ എനിമീനെ കണ്ടു. അപ്പം ഞാൻ അവൻ്റെ തലയെ നോക്കി കുത്തിപ്പിടിച്ച് അവനെ നോക്കാക്കി. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് അടിച്ചു. ഞാൻ അവനെ കണ്ടില്ലായിരുന്നു. എൻ്റെ ടീംമേറ്റ് അവനെ അടിക്കാൻ വന്നപ്പോൾ അവനും കണ്ടില്ല, അവനെ അടിച്ചിട്ട്. എന്നിട്ട് അവൻ നല്ല ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട്. ഇനി ഒരുത്തിനും കൂടെ ഉള്ളു ഞങ്ങളുടെ ടീമിൽ. അപ്പം ഗൈസ് എൻ്റെ ചാനൽ ആദ്യമായിട്ടായിരിക്കും എല്ലാവരും കാണുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്തേക്കണം. ഇനി എൻ്റെ ടീംമേറ്റ് മാത്രമേ ഉള്ളൂ. അവന് 1v2 ആണ്. അവന് കുറച്ച് ഡാമേജ് കൊടുത്തു. ഇവന് എൻ്റെ ടീംമേറ്റിനും കിട്ടി. അവൻ്റെ ഇന്ന് മഡടിച്ചോണ്ടിരിക്കുവാണ്. ഒരുത്തനെ നോക്കാക്കിയിട്ടുണ്ട്. ഇനി ഒരുത്തിനും കൂടെ ഉള്ളൂ. അന്നണ്ട സൈഡിൽ നിൽപ്പുണ്ട്. എന്താണ്ട മറ്റവൻ ചാടി വന്നു. പക്ഷേ അവന്മാർ ഈ റൗണ്ട് എടുത്ത അടുത്ത റൗണ്ട് ഞങ്ങൾ പിടിക്കും, ഉറപ്പാണ്. അടുത്ത റൗണ്ട് ആയിട്ടുണ്ട്. റൗണ്ട് നമ്മൾ കിങ്ഫിഷറാണ് എടുക്കുന്നത്. റൗണ്ട് നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെയല്ലേ പിടിക്കും. കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയും അടിക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ. അവിടെ ആദ്യം കണ്ടില്ല. ഒരുത്തിനവിടെ വന്നപ്പോൾ അവന് കുറച്ച് ഡാമേജ് കൊടുത്തു. പക്ഷേ അവൻ്റെ ടീംമേറ്റ് എടുത്ത് ഒരുത്തിനും കൂടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഒരുത്തന്നെ എൻ്റെ ടീംമേറ്റിനെ അടിച്ചിട്ട് പിന്നെ ഒരുത്തനെ ഞാൻ അടിച്ച് നോക്കാക്കി ഇട്ടിട്ടുണ്ട്. അവനെ ഞാനങ്ങ് ഫിനിഷ് ചെയ്തു. പിന്നെ ഇങ്ങോട്ട് ഒരുത്തൻ ഓടിപ്പോയിരുന്നു. അവൻ അടി കാണുന്നത് അങ്ങോട്ട് പോവാണ്. അവനെ കാണുന്നില്ല. അവിടെ ഒരു മാപ്പിനകത്ത് അവിടെ എനിമി ഉണ്ടെന്ന് കാണിച്ച്. അപ്പം നമ്മൾ നേരെ തോക്കൊക്കെ എടുത്ത് അങ്ങോട്ട് പിടിക്കണം. അപ്പം എൻ്റെ ടീംമേറ്റിനെ അടിച്ചിട്ട് അവൻ. അപ്പം ഞാൻ ഓടിപ്പോയി കിങ്ഫിഷർ എടുത്ത് അവൻ്റെ തലയിൽ പോയി. 16 റൗണ്ട് ഞങ്ങൾ ഓടിച്ച്. ഇതിപ്പോൾ റൗണ്ട് മൂന്നാമത്തെ റൗണ്ടാണ്. പിന്നെ നമ്മൾ XMB ആണ് എടുത്തേക്കുന്നത്. ഞങ്ങൾ ഊവോളൊക്കെ എടുത്തിട്ടുണ്ട്. റൗണ്ട് നമ്മൾ പിടിക്കുമെന്നാണ് പ്രതീക്ഷ. നമുക്ക് നോക്കാം. ഇപ്പോൾ 1-1 നിൽക്കുന്നത്. കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ചാടി ഓടി തന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ എത്തി നിൽക്കുന്നുണ്ട്. അവനെ സ്കോപ്പ് അടിക്കാൻ നോക്കിയപ്പോൾ ആ സൈഡിലോട്ട് ഓടിപ്പോയി. എന്നിട്ട് അവൻ മുകളിൽ കൂടെ വന്ന് അപ്പുറം സൈഡിൽ വന്ന് അടിക്കാനായിരുന്നു. ഞാൻ അവനെ അടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഇപ്പോൾ വേറെ ഒരുത്തനോടെ നിൽക്കുന്നുണ്ട്. അവനോട്ടൊരെണ്ണം കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുവാണ്. പറ്റിയില്ല. അത് വിചാരിച്ചാൽ നമ്മൾ അപ്പുറം പതിയെ ഓടി പോയി അവനെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവനവിടെ കൊണ്ട് ഒറ്റടി കൊടുത്തു അവനിട്ട്. ഈ റൗണ്ട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇനി 4-മത്തെ റൗണ്ടാണ്. ഇപ്പോൾ 2-1 ഇനി 2 റൗണ്ടും കൂടെ ഞങ്ങൾക്ക് പിടിച്ചാൽ മതി. ഡെസേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചാടി ഓടി പോവാണ്. നമ്മൾ
തള്ളിയതുകൊണ്ട് ഇത് മരത്തിൻ്റെ പുറകെ വന്നിരിക്കുവാണ്. അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അങ്ങോട്ട് ഓടി. അപ്പോൾ എന്നെ അടിച്ച് അയ്യോ അപ്പം ഞാൻ കണ്ടെടുത്തില്ല. കുത്തിപ്പിടിച്ച് നോക്കെ കിടക്കുമായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഒരുത്തിനവിടെ തന്നെ നിൽപ്പുണ്ട്. അവനെ പഠിക്കാൻ നോക്കിയപ്പോൾ അവനെ എൻ്റെ ടീമേറ്റ് നോക്കാക്കി. പിന്നെ സൈഡിൽ ഇതിനെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി. പന്ത്രണ്ട് ആ സൈഡിൽ നിൽപ്പുണ്ട്. അവൻ്റെ തല നോക്കി ഒരെണ്ണം കൊടുത്തു. അങ്ങനെ ആ റൗണ്ട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് റൗണ്ടാണ് ഞങ്ങളുടെ. ലാസ്റ്റ് റൗണ്ടിന് മഷ്റൂമും ഹെൽമെറ്റും ഇല്ല അങ്ങനെ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് റൗണ്ട് ഇതും കൂടെ കഴിയുമ്പോൾ നമ്മൾ ബുയ്യ അടിക്കും. ഇവിടെ ഇരുന്നിട്ട് ഇതിനെ കാണുന്നില്ല. ഇവിടെ അടി നടക്കുന്നുണ്ട്, പക്ഷെ എവിടെ അറിയത്തില്ല കറക്റ്റായിട്ട്. അമ്മ ഇത് വണ്ടിയുടെ പുറകെ നിൽപ്പുണ്ട്. ഇവിടോട്ട് നോക്കിയപ്പോൾ എനിക്കവിടെ അടി കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ഓവാളിട്ട്. പക്ഷെ എവിടെ നിന്ന് അടി കിട്ടിയെന്ന് അറിയത്തില്ല. നമുക്ക് പുറകെ കൂടെ ചെല്ലാം. ഒരു ടീമേറ്റിനെ ഇതിനടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. ലാസ്റ്റത്തെ വന്നുണ്ട് വണ്ടിയുടെ പുറകെ നിൽപ്പുണ്ട്. എനിക്കിട്ട് അവൻ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനവിടെ നിൽപ്പുണ്ട് വണ്ടിയുടെ പുറകെ. അവനോട് അടിക്കാൻ നോക്കിയിട്ട് അവനങ്ങ് തല കാണിക്കുന്നുണ്ട്. എൻ്റെ ലാസ്റ്റ് അവൻ ചാടി വന്നപ്പോൾ അവനോട്ട് കിട്ടി. ഞങ്ങൾ ഈ കളി അടിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.